സർവശക്തനായ അല്ലാഹുവിന് എല്ലാ നിലക്കും കീഴ്വണക്കത്തെ പൂർണ്ണമാക്കി ഇഖ്ലാസോടുകൂടെ വേണം നിങ്ങൾ അവനെ വിളിച്ചു ദുആ ചെയ്യാൻ. എന്താണ് ദുആയിലെ ഇഖ്ലാസ്? പണ്ഡിതന്മാർ വിശദീകരിച്ചു. വൽ ഇഖ്ലാസു ഫി ദുആഇ, ദുആയിലുള്ള ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അൽ ഹുവൽ ഇഅ്തിഖാദുൽ ജാസിം, ഉറച്ച വിശ്വാസം വേണം ദുആ ചെയ്യുന്ന നമുക്ക്. നല്ല ദൃഢമായ വിശ്വാസം വേണം. എന്ത്? ബി അന്നൽ മദ്ഉവ, ദുആ ചെയ്യപ്പെടേണ്ട ഏക ശക്തി വഹുവ അല്ലാഹ്, അല്ലാഹ് മാത്രമാണ് ഞാൻ ആദ്യം വിശ്വസിക്കണം. അതാ ദുആയിലെ ഇഖ്ലാസിന്റെ ഒന്നാമത്തെ ഘടകം. എന്താണ്? ലോകത്തെ എല്ലാരോടും എനിക്ക് ദുആ ചെയ്യാം, ആരോട് പ്രാർത്ഥിച്ചാലും അവരൊക്കെ ഉത്തരം തരും. അതൊക്കെ അല്ലാഹ് പണ്ടേ തീരെഴുതി കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോടും ചോദിക്കാം, എങ്കിലേ യഥാർത്ഥ മുസ്ലിം ആകൂ എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹിനോടും പ്രാർത്ഥിക്കാം, മറ്റുള്ളവരോടും പ്രാർത്ഥിക്കാമെന്ന് ഒരുപോലെ വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ആ ദുആക്ക് ഇജാബത്തില്ല, അത് ദുആയിൽ ഇഖ്ലാസ് ഇല്ല. ദുആയുടെ ഇഖ്ലാസ് എന്ന് പറയുന്നത് അൽ ഇഅ്തിഖാദുൽ ജാസിം, ദൃഢമായി നമ്മൾ വിശ്വസിക്കണം. എന്ത്? ബിഅന്നൽ മദ്ഉവ വഹുവ അല്ലാഹു അസ്സ വജല്ല, അല്ലാഹ് മാത്രമേ പ്രാർത്ഥിക്കപ്പെടാൻ, ദുആ ചെയ്യപ്പെടാൻ കഴിവും കരുത്തുമുള്ള ഒരൊറ്റ ശക്തി അല്ലാഹ് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മളെ തൗഹീദ് ഉറച്ചു. അവിടെ ഒരു വിശ്വാസിയുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ചു, അവന്റെ തൗഹീദ് ഉറച്ചു. തൗഹീദ് ഉറക്കാത്തവന്റെ ദുആക്ക് എന്താ ഫലം? അപ്പൊ തൗഹീദ് ഉറപ്പിക്കണം. അല്ലാഹ് മാത്രമേ എനിക്ക് ദുആ ചെയ്യപ്പെടാൻ അർഹതയുള്ള ഏക ശക്തിയുള്ളൂ. ഹുവൽ ഖാദിറു വഹ്ദഹു അലാ ഖളാഇ ഹാജതിഹി, തന്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു തരാൻ കഴിവുള്ള ഒരൊറ്റ ശക്തിയേയുള്ളൂ എനിക്ക്. അതെന്റെ റബ്ബാണ്, അതെന്റെ റബ്ബാണ്. വൽ ബുഅദു, അപ്പൊ അതോടൊപ്പം ഇതാണ് ആദ്യം ഉണ്ടാവേണ്ടത്. ഇഖ്ലാസ്, ദുആയിലുള്ള ഇഖ്ലാസ് എന്ന് പറഞ്ഞ ഒന്നതാണ്. പിന്നെ അവന്റെ മനസ്സിൽ അതിന് കളങ്കം വരുത്തുന്ന ഈ വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും അവൻ ആളുകളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ദുആ ചെയ്യാണ്, ഇങ്ങനെ ഉറക്കെ പറയാണ്, അങ്ങനെ ഒരു നാട്യവും അഭിനയവും പ്രകടനവും ഒക്കെയാണെങ്കിലോ അതും ഇഖ്ലാസിന്റെ ആ പ്രധാനപ്പെട്ട വശത്തെ ഛേദിച്ചു കളയുന്നതാണ്. അതുകൊണ്ട് രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു വൽ ബുഅദു വൻ മുറാഅത്തിൽ ഖൽഖി ബിദാലിക, സൃഷ്ടികളെ കാണിക്കുക എന്നൊരാഗ്രഹം നിന്റെ മനസ്സിൽ ഇല്ലാതിരിക്കുകയും വേണം. ദുആയുടെ ഇഖ്ലാസ് ഒന്ന്, നിന്റെ നല്ല തൗഹീദുള്ള വ്യക്തിയായിരിക്കണം. എനിക്ക് പ്രാർത്ഥിക്കാൻ തരപ്പെട്ടവൻ ഒരൊറ്റ ശക്തിയേയുള്ളൂ, അവനെ എന്നെ സഹായിക്കാൻ കഴിയൂ, അവൻ മാത്രമാണ് കഴിവുറ്റവൻ, എന്റെ ആവശ്യങ്ങൾ എന്തും നിവർത്തിച്ചു തരാൻ അവന് കഴിവുണ്ട് എന്നുറച്ചു വിശ്വസിക്കുന്നതോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഏത് സമയത്ത് എന്റെ നിസ്കാരമോ മറ്റുള്ള പ്രാർത്ഥനകളോ എന്തോ ആവട്ടെ അതിലൊരാളെ കാണിക്കാൻ കണ്ട അയാൾ നല്ല എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് എന്നിങ്ങനെ ഒരു മാലോകരെ അറിയിക്കുകയോ കാണിക്കുകയോ ചെയ്യുന്ന ഒരു പ്രകടനപരത, ഒരു എക്സിബിഷനാലിറ്റി, ഒരു പ്രദർശനപരത ആരിലെങ്കിലും കടന്നുകൂടിയാൽ അവന്റെ ഇഖ്ലാസ് അതോടുകൂടെ തകർന്നുപോയി. അപ്പൊ അതുകൊണ്ട് ഒന്നാമതായി നമ്മളൊക്കെ ആലോചിക്കേണ്ടത്, എന്റെ ദുആയിൽ ഈ പരമപ്രധാനമായ ഘടകം എനിക്ക് ഒത്തുചേരാതെ പോകുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടെ ആലോചിക്കണം. സർവശക്തനായ നാഥനിലേക്ക് മാത്രം എന്റെ റജാഉം എന്റെ തവക്കുലും ഞാൻ കേന്ദ്രീകരിക്കണം. അവനിൽ നിന്ന് മാത്രമാണ് എനിക്ക് സഹായം കിട്ടുന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കണം. അവൻ മാത്രമാണ് എനിക്ക് തേടപ്പെടേണ്ടുന്ന ഒരേ ഒരു ശക്തി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കണം. ആ നിലക്കുള്ള ഇഖ്ലാസ്. രണ്ടാമതായി വേണ്ടത് എന്താണ്? അത്തൗബത്തു വറുജൂഉ ഇലല്ലാഹ്. ദുആ ഇരക്കുന്നതിന്റെ മുമ്പ് എന്ത് പ്രശ്നമാണോ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്നത്, അതിന്റെ മുമ്പേ ദുആ ചെയ്യുന്ന വ്യക്തി അവന്റെ ഇന്നലകളിൽ സംഭവിച്ച പാപങ്ങളെക്കുറിച്ച് ഇസ്തിഗ്ഫാറും തൗബയും നടത്തണം. കാരണം അള്ളാഹുവോട് ചോദിക്കാൻ ഞാനൊരു യോഗ്യത നേടണ്ടേ? ആ യോഗ്യത എന്താ? ഒരുപാട് തെറ്റുകൾ ഇങ്ങനെ ചെയ്ത് അതിൽ തന്നെ ഉറച്ചു നിന്നിട്ട് പിന്നെയും ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയും തൗബ മുന്തിക്കുകയും ചെയ്യണം. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം തന്റെ ജനത ശിർക്ക് അടക്കമുള്ള പ്രവർത്തനങ്ങൾ, മോശപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്ന ആ ജനതക്ക് നിങ്ങളോട് അല്ലാഹ് പുറത്തു തരും, നിങ്ങൾ അവനോട് തേടിക്കോളൂ എന്ന് പറയുന്ന മുന്നോടിയായി മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ആദ്യം തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ്? ഫഖുൽ തുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ വഖദ് ഖലഖക്കും അത്വാറാ. സൂറത്തു നൂഹിൽ അല്ലാഹു തആല അതിന്റെ മധ്യഭാഗത്ത് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്.
നൂഹ് നബി അലൈഹിസ്സലാം ജനതയോട് റബ്ബിലേക്ക് അടുക്കാനും റബ്ബിലേക്കുള്ള അവരുടെ പ്രത്യേകമായ മാനസികമായ ആ അടുപ്പം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി അവരോട് ഉത്ബോധനം നടത്തും. ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ യജമാനനോട് പാപമോചന പ്രാർത്ഥന തേട്ടം ധാരാളം നടത്തുവീ. അങ്ങനെ നിങ്ങൾ അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിച്ചാൽ അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരും. അങ്ങനെ പുറത്തു തരുമ്പോ നിങ്ങൾക്ക് ഈ ക്ഷാമകാലം പോയിട്ട് ക്ഷേമകാലം അള്ളാഹു തരും. യുംദിദുക്കും ബി അംവാലിൻ, സമ്പത്ത് കൊണ്ടവൻ നിങ്ങളെ സഹായിക്കും. വബനീന, സന്താനങ്ങളെ നൽകിക്കൊണ്ട് സഹായിക്കും. വയജഅൽ ലക്കും ജന്നാത്തിൻ, നിങ്ങൾക്ക് തോട്ടങ്ങൾ, സുഭിക്ഷമായ ഫലഭൂയിഷ്ഠമായ മണ്ണിൽ വിളയുന്ന തോട്ടങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തരും. അവയ്ക്ക് ജലസേചന സൗകര്യാർത്ഥവും കുടിക്കാനും കുളിക്കാനും ഉതകുന്ന നിലക്കും. വയജഅൽ ലക്കും അൻഹാറ, നിങ്ങൾക്ക് നദികളെയും അള്ളാഹു നിശ്ചയിച്ചു തരും. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, എന്താ നിങ്ങൾക്ക് പക്ഷേ സംഭവിക്കുന്നത്? ആ റബ്ബിനെ കുറിച്ചുള്ള ഒരു വഖാർ, ഒരു ഗൗരവം, ഒരു ഭയം നിങ്ങളുടെ മനസ്സിൽ എന്തുകൊണ്ട് വരുന്നില്ല? വഖദ് ഖലഖക്കും അത്വാറ, അവനല്ലയോ ഘട്ടം ഘട്ടങ്ങളായി നിങ്ങളെ സൃഷ്ടിച്ചവൻ? എന്തേ പിന്നെ നിങ്ങൾക്ക് അവനോട് ഇത് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് ഗൗരവത്തോടെ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞിടത്തും ഇസ്തിഗ്ഫാറിന്റെയും തൗബയുടെയും പ്രാധാന്യമാണ് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇതും നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എന്റെ ദുആകൾ അധികരിപ്പിച്ചിട്ടും എനിക്ക് ഉത്തരം കിട്ടാതെ പോകുന്നുവെങ്കിൽ ഞാൻ എന്റെ ഗതകാല ജീവിതത്തിന്റെ ചെയ്തികളിലേക്ക് ഒരു വിചിന്തനം നടത്തണം. റബ്ബേ, അതുകൊണ്ടായിരിക്കുമല്ലോ ഞാൻ ഈ ചോദിച്ചിട്ട് കിട്ടാത്തത്. അതുകൊണ്ട് അതൊന്ന് ക്ലിയർ ആക്കുക. അങ്ങനെ അള്ളാഹിനോട് ഇസ്തിഗ്ഫാറും തൗബയും നിരന്തരം എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. അത് ദിനേന അധികരിപ്പിക്കണം. എപ്പോഴെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ മാത്രമല്ല, നിത്യജീവിതത്തിന്റെ ഭാഗമാണ് തൗബയും ഇസ്തിഗ്ഫാറും. അതുകൊണ്ടല്ലേ ഒരു പാപത്തിന്റെയും കറ പുരണ്ടിട്ടില്ലാത്ത മഹാനായ അഷ്റഫുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അദ്ദേഹം എന്താണ് പഠിപ്പിച്ചത്? വല്ലാഹ്, ജനങ്ങളെ അല്ലാഹുവിനെ തന്നെയാണ് ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 100 മറ, ഞാൻ അല്ലാഹുവിനോട് ഡെയിലി 100 തവണ പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട്. എന്തിനാ? ക്ലിയർ ആക്കിക്കൊണ്ടേയിരിക്കണം. എന്താ അവിടെ ക്ലിയർ ആവാൻ ബാക്കി? ഒന്നുമില്ല. പക്ഷേ മനസ്സിൽ ഇങ്ങനെ ഒരു ബോധം, വല്ലതും പോരായ്മ ഉണ്ടോ, വല്ലതും പോരായ്മ വന്നോ, ആ കുറ്റബോധം, ഇങ്ങനെ കുറ്റം ചെയ്തിട്ടല്ലാതെയും കുറ്റബോധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിൽ ലോകത്തിന് വലിയ മെസ്സേജ് നൽകുകയാണ്. നിത്യജീവിതത്തിൽ ഇത് ധാരാളമാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലൊക്കെ ഇരുന്ന് പിരിയുമ്പോഴേക്ക് സഹാബിമാര് പറയുന്നുണ്ട്, ഒരു 100 തവണയൊക്കെ ഞങ്ങൾ പലപ്പോഴും ഇങ്ങനെ എണ്ണിയെടുക്കാറുണ്ട്. അവിടുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇടയ്ക്കിടയ്ക്ക് റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം, എന്റെ യജമാനനായ റബ്ബേ, നീ എന്നോട് പൊറുക്കണം, എന്നോട് കരുണ ചെയ്യണം. നീ ഏറെ പൊറുക്കുന്നവനാണല്ലോ, ഏറെ കരുണ ചെയ്യുന്നവനാണല്ലോ. അപ്പൊ ഇസ്തിഗ്ഫാറും തൗബയും അധികരിപ്പിക്കൽ നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ആമുഖമാണ് എന്നതാണ് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായി അറിയേണ്ടത്, ദുആ ചെയ്യുമ്പോൾ അത്തളർറു വൽ ഖുശൂഉ വത്തദല്ലലു വറഗ്ബത്തു വറഹബ, ദുആ ചെയ്യുന്ന വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഗുണങ്ങളാണ്. തളർറു വേണം, വിനീതമായി പ്രാർത്ഥിക്കണം. ഖുശൂഉ വേണം, ഭയഭക്തിയോടെ. അല്ലാഹ് നീ ഇത് സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന പ്രതീക്ഷയോടെ, സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്റെ കാര്യം അവതാളത്തിലാകുമല്ലോ എന്ന ഭയത്തോടെ. ഇതൊക്കെ പ്രാർത്ഥിക്കുന്ന നേരത്തെ നമുക്കുണ്ടാവും. നമ്മൾ ആലോചിക്കണം, നമുക്കിതൊക്കെ ഉണ്ടാവാറുള്ളൂ. നമ്മളിങ്ങനെ ഒരു ചടങ്ങിങ്ങനെ, ചിലപ്പോൾ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ആൾക്ക് ശ്വാസം മുട്ടുന്നിടത്ത് നമ്മൾ ആമീൻ പറഞ്ഞാൽ ശരിയാവും. എന്താ പറയുന്നത് ചോദിച്ചാൽ നമുക്ക് മനസ്സിലായില്ല. നമ്മുടെ മനസ്സതിൽ പങ്കെടുക്കുന്നില്ല, നമ്മുടെ മനസ്സതിലേക്ക് കടന്നു വന്നിട്ടില്ല. നമ്മൾ എന്തൊക്കെയോ ചോദിക്കുന്നു, പക്ഷേ അവിടുത്തെ ഖുശൂഉം ഖുദൂഉം തദല്ലുലും റഗ്ബത്തും റഹബത്തും ഒന്നും മേമ്പൊടിയായി നമ്മുടെ ഹൃദയത്തിൽ വന്നില്ല. പിന്നെ നമ്മളിങ്ങനെ വെറുതെ എന്താ കുറ്റം പറയുന്നത്? ഞാൻ അള്ളാഹിനോട് എത്ര കാലമായി ചോദിക്കണം, എനിക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ. പക്ഷേ അള്ളാഹ് പറഞ്ഞ ഗുണങ്ങളും ഉപാധികളും നമ്മൾ പൂർത്തിയാക്കിയോ ഇല്ലേ എന്ന ചിന്ത നമുക്ക് വരുന്ന പോലുമില്ല. അവിടെയാണ്, നമ്മുടെ ഭാഗത്താണ് തകരാറ്. റബ്ബിന്റെ വചനത്തിന് ഒരു തകരാറുമില്ല, അത് 100% സത്യമാണ്. സദഖല്ലാഹ്. നമ്മിലാണ് പ്രശ്നം. നേരത്തെ പറഞ്ഞ ഉദാഹരണം ഓർക്കുക. ആയുധം വളരെ മൂർച്ചയുള്ളതാണ്, പക്ഷേ ഉപയോഗിക്കുന്നവന് ഉപയോഗിക്കാൻ അറിയാത്ത കുഴപ്പമാണ്. അതിന് ആയുധത്തെ കുറ്റം പറയരുത്. അപ്പൊ ഈ ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോഴൊക്കെ നമ്മൾ ഇതിലേക്ക് ചിന്തിച്ചു നോക്കണം, എനിക്ക് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടോ? അല്ലാഹു തആല പറയാണ്, ദുആ ചെയ്യാൻ പറഞ്ഞിടത്ത് ഉദൂ റബ്ബക്കും തദർറുഅൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. സൂറത്തുൽ അഅറാഫിലെ 55-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, ഉദൂ റബ്ബക്കും, നിങ്ങളുടെ യജമാനനായ റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്യുവീൻ. എങ്ങനെ? തദർറുഅൻ, തദർറുഅോടെ വിനയത്തോടെ ചോദിക്കണം. വഖുഫിയ, ഒച്ചയും വിളിയും ബഹളമൊന്നും ഉണ്ടാക്കാതെ വളരെ
പിന്നെ സ്വകാര്യമായി കഴിയുന്നത്ര സ്വകാര്യമായി അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കൂ. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. ദുആയിൽ അതിര് കവിയുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ദുആയിൽ അതിര് കവിയുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഈ രംഗത്ത് വളരെ കൃത്യമായി അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരാണ്. നീ വളരെ വിനീതനായി ചോദിക്ക്, സ്വകാര്യമായി ചോദിക്ക്. ഇതിനാദാ റബ്ബഹു നിദാൻ ഖഫിയ. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞിടത്ത് അല്ലാഹ് പറയാണ്, നിന്റെ യഥാർത്ഥത്തിൽ കൃത്യമായി നീ ചിന്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് തുടങ്ങുന്നിടത്ത് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞിടത്ത് പറയാണ്, ഇതിനാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. വളരെ സ്വകാര്യമായിട്ട് അല്ലാഹുവിനോട് ചോദിച്ചു. ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയിൽ അവൻ സ്വകാര്യമായി ചോദിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉറക്കെ പ്രാർത്ഥിക്കണ്ടോ എല്ലാവരും ആമീൻ പറയലും ജനങ്ങൾ അറിയലും ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാത്ത ഘട്ടങ്ങളിലൊക്കെ ശബ്ദം താഴ്ത്തി സ്വകാര്യതയ്ക്കൊരു വലിയ പ്രാധാന്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും ഒരു യാത്ര പോകുന്നതിന്റെ ഇടയിൽ സഹാബിമാരിൽ പലരും അവരവരുടെ 100 കൂട്ടം ആവശ്യങ്ങൾക്ക് വേണ്ടി ഒച്ച വെച്ച് ബഹളം വെച്ച് ഉറക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശാന്തരാകൂ അനുയായികളെ, നിങ്ങളിങ്ങനെ ഒച്ച ഉണ്ടാക്കി ഉറക്കെ ബഹളം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത് ഒരു ചെകിടുപൊട്ടനോടല്ല, ഒരന്ധനോടല്ല, എല്ലാം കാണുന്ന കേൾക്കുന്ന അറിയുന്ന റഹ്മാനായ റബ്ബിനോടാണ് നിങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സ്വകാര്യമായി ചോദിക്കൂ. അപ്പൊ അതിൽ തളർറുഅ്, അതുപോലെ തന്നെ ഖുഫിയത്ത്, ആ ഗോപ്യമായി ചോദിക്കുക എന്നുള്ള കാര്യം നമ്മൾ ചെയ്യാറുണ്ടോ എന്ന് ആലോചിക്കണം. നാലാമതായി ചോദിച്ചതന്നെ ചോദിക്കുക, മടുപ്പ് തോന്നരുത്. ചോദിച്ചതന്നെ ചോദിക്കുക, മടുപ്പ് തോന്നാൻ പാടില്ല. എത്ര ചിലപ്പോ നമ്മൾ ഈ ചോദിച്ചതിനൊന്നും ഉത്തരം കിട്ടാത്ത എന്തുകൊണ്ടാണെന്നറിയോ? അള്ളാഹ് നമ്മളോട് ചെയ്യുന്ന വേറെ റഹ്മത്തായിരിക്കും. കിട്ടിയാ പിന്നെ നമ്മൾ ആ ചോദ്യം അവിടെ നിർത്തൂലേ, ചോദിച്ചുകൊണ്ടേയിരിക്കുക. ചോദിക്കുന്നിടത്തോളം നമുക്ക് ഇങ്ങനെ ഇബാദത്ത്, അവരെ ഇബാദത്തിന് നന്മ എഴുതപ്പെടും. അങ്ങനെ ചോദിക്കട്ടെ, നമ്മൾ കുറെ കാലം ചോദിക്കണം, ഇനി മദീന നിർത്തിയാലോ? അത് അപകടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് ചോദിച്ചിരുന്നു. ഒരൊറ്റ ചോദ്യത്തിന്റെ ഇരിപ്പ് തന്നെ ചിലപ്പോൾ ഒരേ കാര്യമൊക്കെ കുറെ തവണ ചോദിക്കും. ഒരു മിനിമം ഒരു 3 തവണയൊക്കെ പലപ്പോഴും പല ദുആയും ആവർത്തിച്ച് ചോദിച്ചിരുന്നു എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് കാണാം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുഅജിബുഹു അൻ യദ്ഉവ സലാസൻ വയസ്തഗ്ഫിറ സലാസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് ഇഷ്ടമായിരുന്നു ദുആ ചെയ്യുമ്പോൾ 3 തവണ ചോദിക്കും. ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ 3 തവണ അങ്ങനെ ആവർത്തിക്കുന്നതിൽ വിഷമം വേണ്ടതില്ല. ചില കാര്യങ്ങൾ അല്ലാഹുവിനോട് നിരന്തരമായി ചോദിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത് ദുആഉ ഹാലർ റഖാഇ വൽ ഇക്സാരി മിൻഹു ഫീ വഖ്തിൽ യുസ്രി വസ്സഅ. പ്രയാസവും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് മാത്രം പ്രാർത്ഥിക്കാൻ നിൽക്കരുത്. നല്ല സന്തോഷവും നല്ല മാനസികമായ റാഹത്തും ഒക്കെയുള്ള കാലത്തും പ്രാർത്ഥനയോടൊരു മടുപ്പുണ്ടാവരുത്. വിഷമം വരുമ്പോ മാത്രം അല്ലാഹ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. സന്തോഷമുള്ള കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലാതിരിക്കുക. അത് പാടില്ല. അത് ദുആയുടെ ഇജാബത്തിന് തടസ്സം നിൽക്കും. മഹാരഥന്മാരെ കുറിച്ച് പോലും അല്ലാഹു തആല അത് പറഞ്ഞിട്ടുണ്ട് എന്ന് വന്നാൽ സാധാരണക്കാരായ നമ്മുടെ കാര്യം എങ്ങനെയാണെന്ന് കണക്ക് കൂട്ടിയാൽ മതി. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടപ്പോ മഹാനായ പ്രവാചകൻ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു, ഫനാദാ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. ഫസ്തജബ്നാ ലഹു, അല്ലാഹു പറയുന്നു, നാം അദ്ദേഹത്തിന് ഉടനെ ഉത്തരം കൊടുത്തു. പക്ഷേ അത് പറഞ്ഞെടുത്ത് അല്ലാഹു വേറൊരു കാര്യം പറഞ്ഞു, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. യൂനുസ് നമ്മോട് ഇതിന്റെ മുമ്പും എന്നെ വാഴ്ത്തുകയും എന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തി അല്ലായിരുന്നുവെങ്കിൽ ലലബിസ ഫീ ബത്നിഹി, ആ മത്സ്യത്തിന്റെ വയറ്റിൽ അദ്ദേഹം കഴിച്ചുകൂട്ടേണ്ടി വരിക തന്നെ ചെയ്യുമായിരുന്നു. ഇലാ യൗമി യുബ്അസൂൻ, പുനരുത്ഥാന നാൾ വരെ.
ഖിയാമത്ത് വരാൻ മത്സ്യത്തിന്റെ വയറ്റിൽ അദ്ദേഹം കഴിച്ചു കൂട്ടേണ്ടി വരുമായിരുന്നു, രക്ഷപ്പെടൂലായിരുന്നു. രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാ? യൂനുസ് ബുദ്ധിമുട്ട് വരുന്ന കാലത്ത് മാത്രം എന്നെ ഓർക്കുന്ന ആളായിരുന്നില്ല, സന്തോഷഘട്ടത്തിലും എന്നെ ഏറെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്ന മഹാരഥനായ വ്യക്തിത്വമായിരുന്നു എന്നാണ് അള്ളാഹു അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് ആ ഉത്തരം കൊടുത്ത സന്ദർഭത്തിൽ വിവരിച്ചുകൊണ്ട് അള്ളാഹു തആല ഓർമ്മപ്പെടുത്തിയത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ഇടങ്ങേറും ബുദ്ധിമുട്ടും വരുമ്പോൾ മാത്രമുള്ളൂ നമുക്ക് ദുആയും നിസ്കാരവും സുന്നത്ത് നിസ്കാരവും സുജൂദിൽ നീണ്ട സുജൂദ് കിടക്കലും തഹയ്യാത്തിൽ നീണ്ട ചോദ്യവും നിസ്കാരം കഴിഞ്ഞിരുന്ന് ദുആ ചെയ്യലും കരയലും ഖുർആൻ ഓതലും ഒക്കെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടാണ്ട് വിഷമുണ്ട് എന്നൊക്കെ വരുമ്പോൾ മാത്രം പറ്റൂല. നല്ല സന്തോഷം, നല്ല മാനസികമായ അവസ്ഥ, നല്ല നിനക്ക് സന്തോഷവും ഒരു ടെൻഷനില്ലാത്ത കാലത്തും ഇതേപോലെ നീ അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ദുആ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അതുകൊണ്ട് നിനക്ക് പ്രയോജനം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅറഫ് ഇലല്ലാഹി ഫിർറഖാ, തഅറഫ് ഇലല്ലാഹി ഫിർറഖാ യഅരിഫ്ക ഫിശ്ശിദ്ദ. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, തഅറഫ് ഇലല്ലാഹി ഫിർറഖാ, നീ അല്ലാഹുവിലേക്ക് നിന്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ നീ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. എപ്പോ? നിനക്ക് നല്ല സന്തോഷമുള്ള ഘട്ടത്തിൽ. എങ്കിൽ യഅരിഫ്ക ഫിശ്ശിദ്ദ, നിന്റെ സന്താപഘട്ടത്തിൽ അവൻ നിന്നെയും ഓർക്കും. നിനക്ക് നല്ല സന്തോഷമുള്ള കാര്യത്തിൽ നീ അള്ളാഹനെ ഓർക്കലുണ്ടോ? അതാ ബുദ്ധിമുട്ട് വരുന്ന കാലത്ത് മാത്രമുള്ളൂ, ബാക്കിയൊക്കെ അടിച്ചു പൊളിച്ച് നിന്റെ തോന്നിവാസത്തിന്റെ ജീവിതാണോ? എങ്കിൽ ശിദ്ധത്തിന്റെ സമയത്ത് ചോദിക്കുമ്പോൾ നിനക്ക് ഉത്തരം തരൂല അള്ളാഹ്. നിന്നെ ശിദ്ധത്തിൽ അവൻ സഹായിക്കണോ? നിനക്ക് നല്ല റഹാ ഉണ്ടാകുമ്പോ നീ അവനോട് ഏറ്റവും തളർറോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ ആലോചിക്കണം, എനിക്ക് ഈ സ്വഭാവം ഉണ്ടോ? എന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് എനിക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ ആലോചിക്കണം, എനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ? എന്ത് പ്രയാസവും ബുദ്ധിമുട്ടും വരുമ്പോൾ മാത്രമേ എനിക്ക് ഇബാദത്തിലെ ശുഷ്കാന്തിയും നല്ല ജീവിതമൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ പിന്നെ എനിക്ക് തോന്നിയതുപോലെയാണ്. എങ്കിൽ അള്ളാന്റെ വചനത്തെ കുറ്റപ്പെടുത്തിയിട്ട് പ്രയോജനമില്ല. തകരാറ് നമുക്കാണ്, തകരാറ് നമുക്കാണ്. ആയുധം മെച്ചപ്പെട്ടതാണ്, ഉപയോഗിക്കുന്നവൻ മോശക്കാരനാണ്. അതാ പ്രശ്നം. അതുകൊണ്ടാണ് ആമുഖത്തിൽ ഞാൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ ഉദാഹരണം സൂചിപ്പിക്കേണ്ടത്. ഇനി സഹോദരന്മാരെ, ഇനി ചിന്തിക്കേണ്ടത് നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ഏറ്റവും പ്രാധാന്യപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിന്റെ മുന്നോടിയായി അള്ളാഹുവിന്റെ അസ്മാഉകളും അള്ളാഹുവിന്റെ ഗുണഗണങ്ങളും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. തവസ്സുൽ, അത്തവസ്സുലു ഇലല്ലാഹി ബി അസ്മാഇഹിൽ ഹുസ്ന വസിഫാതിഹിൽ ഉൽയാ. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നകൾ, അത്യുന്നതമായ അവന്റെ പേരുകൾ നമ്മുടെ ദുആയിൽ ഇങ്ങനെ കടന്നു വരണം. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ഏറ്റവും മെച്ചപ്പെട്ട കുറെ പേരുകളുണ്ട്. ഫദ്ഉഹു ബിഹാ, അതുകൊണ്ട് നിങ്ങൾ അവനെ വിളിക്കൂ. നമ്മൾ അല്ലാഹു യാ ഖവി, യാ അസീസ്, അള്ളാഹുവിന്റെ പേരുകളാ. യാ ഖവി, ഓരോ വിഷയത്തിന് യോജിക്കുന്ന നിലക്കുള്ള ഇസ്മുകൾ ചേർത്ത് വിളിക്കുക. അപ്പൊ നമ്മൾ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ അവരെ എതിർത്തുകൊണ്ടിരിക്കുന്ന, അവരെ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾക്കെതിരെ അള്ളാഹുവിനോട് ചോദിക്കുമ്പോ നമ്മൾ അള്ളാഹനെ വിളിക്കണം, യാ ഖവി, യാ അസീസ്, യാ ജബ്ബാർ. എന്തിനും പോന്ന കഴിവുറ്റ ശക്തനായ റബ്ബേ, എന്ത് നടപടിയും എടുക്കാൻ കേൾപ്പിച്ച നാഥ, അന്തസ്സുള്ള അസീസായ ജബ്ബാറായ അധികാരമുള്ള പവറുള്ള നാഥായ ഖഹാർ, നിങ്ങൾ അള്ളാഹിനോട് പറയുക. നമ്മൾ അള്ളാഹിനോട് റബ്ബേ എന്റെ സൽക്കർമ്മങ്ങൾ, എന്റെ കർമ്മങ്ങൾ സ്വീകരിക്കണേ എന്ന് പറയുമ്പോ പറയണേ, അവിടെ നമ്മൾ യാ ഖവി എന്നല്ല വിളിക്കുന്നു. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉ അൽ അലീം. നീ എല്ലാം കേൾക്കുന്നവനാണല്ലോ, അള്ളാന്റെ ഒരു പേരാണ് സമീഉ, എല്ലാം നീ അറിയുന്നവനാണല്ലോ. അൽ അലീം, അസ്മാഉൽ ഹുസ്ന, ഖവി, അസീസ്, സമീഉ, അതുപോലെ തന്നെ ബസീർ, ഖദീർ, മുജീബ്, എല്ലാം അള്ളാഹുവിന്റെ ആ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവ ഇടയിൽ വെച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ആദ്യത്തിലും അവസാനത്തിലും ഇടക്കുമൊക്കെ അങ്ങനെ അതിങ്ങനെ കടന്നു വരണം. റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബ്. തവ്വാബ് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടതാണ്. ഇന്നക അൻതത് തവ്വാബുർ റഹീം അസ്മാഉൽ ഹുസ്നയാണ്. ഇന്നക അൻതത് തവ്വാബുൽ ഗഫൂർ, ഗഫൂർ, യാ ഗഫാർ, യാ ഗഫാർ ഒക്കെ അസ്മാഉൽ ഹുസ്നയാണ്. ആ നാമങ്ങൾ അള്ളാഹ്ക്ക് അത് വലിയ ഇഷ്ടമാണ്. അള്ളാഹനെ ഏറ്റവും നല്ല പേരിലൂടെ അങ്ങനെ വിളിക്കുന്നതിന് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ വിളിക്കണം. നേരെ മറിച്ച് ആളുകൾ എന്ത് ചെയ്യും? ഇതൊക്കെയാണ് മാറ്റി നിർത്തിയിട്ട്
ബിഹഖ് ജാഹ് ബർക്കത്ത്, അല്ലാഹു അല്ലാത്തവരുടെ പേര് പറഞ്ഞിട്ട് അവരെ ഹക്ക് കൊണ്ട് എന്റെ കാര്യം സാധിപ്പിച്ചു തരണേ, അവരുടെ ജാഹ് കൊണ്ട്, മറ്റൊരു ബർക്കത്ത് കൊണ്ട് എന്നൊക്കെ പറയുന്ന ബിദ്അത്തായ പ്രാർത്ഥനകൾ നിർവഹിക്കുന്നു. അതുകൊണ്ട് ഫായിദയില്ല, പ്രയോജനമില്ല. മറിച്ച് അള്ളാഹുവിലേക്ക് നീ തേടേണ്ടത്, അള്ളാഹുവിന്റെ മുമ്പിൽ നീ നിർത്തേണ്ടത്, റബ്ബിന്റെ മുമ്പിൽ നിന്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോ നീ അവൻ ഇഷ്ടപ്പെട്ട അവന്റെ നാമങ്ങൾ മുഖേന വിളിച്ചുകൊണ്ട് അവനോട് പറയാം, അല്ലാഹ് നീ എനിക്ക് കഴിവുള്ളവനാണ്, നീ എല്ലാം കേൾക്കുന്നവനാണ്, ഖദീറായ റബ്ബേ നിനക്കെല്ലാം കഴിയുമല്ലോ, മുജീബായ റബ്ബേ എന്തും നിനക്ക് ഉത്തരം ചെയ്യാൻ കഴിയുന്നവനല്ലേ, ഏത് ശക്തനെയും ഒതുക്കാൻ കഴിവുള്ള കവിയായ അസീസായ ജബ്ബാറായ റബ്ബേ, അല്ലാഹുവിന് ഇഷ്ടമുള്ള വിളികളായ എല്ലാവന്റെ നാമങ്ങളാ. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. ഇനി പണ്ഡിതന്മാര് പറയാണ്, ഏറ്റവും നല്ല പ്രാർത്ഥനയുടെ വാചകങ്ങൾ നീ തെരഞ്ഞെടുക്കണം. അതിൽ ഏറ്റവും ഖൈറു ദുആ ദുആഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ ഉപയോഗപ്പെടുത്തിയ ദുആയുടെ വാചകങ്ങൾക്ക് ചില ബർക്കത്തുണ്ട്. ആ ദുആകൾക്ക്, ഖുർആനിൽ വന്ന ദുആകൾ, ഹദീസിൽ വന്നിട്ടുള്ള ദുആകൾ, അത് തന്നെ അക്ഷരത്തിന് പോലും ഭേദം വരുത്താതെ അങ്ങനെ തന്നെ ചോദിക്കുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താ? അതിനൊരു പ്രത്യേക ബർക്കത്തുണ്ട്. അതേ അവസരത്തിൽ എന്നാൽ എനിക്ക് എന്റെ ആവശ്യങ്ങൾ പലതും ചോദിക്കാനുണ്ട്, അതൊക്കെ ഖുർആനിൽ അതിന്റെ വാചകങ്ങളില്ല, ഹദീസിൽ അതിന്റെ പദങ്ങളില്ല, എന്നാൽ എനിക്ക് വേറെ വാചകങ്ങളിലൊന്നും പ്രാർത്ഥിച്ചൂടെ? പ്രാർത്ഥിക്കാം. എനിക്ക് എന്റെ ആവശ്യങ്ങൾ എന്റെ നാഥന്റെ മുമ്പിൽ എനിക്കറിയാവുന്ന ഭാഷയിലും എനിക്കറിയാവുന്ന പദപ്രയോഗങ്ങളിലൂടെയും നിർവഹിക്കാം. പക്ഷേ ഉത്തമം വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഹദീസുകളിൽ വന്നത്. ഇനി ഇതോടൊപ്പം മറ്റു ചില മര്യാദകളും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നൊരു നിർബന്ധ ഘടകമല്ല, ചെയ്യാണെങ്കിലൊക്കെ നല്ലതാണ്. എന്ത്? ഖിബിലക്ക് തിരിഞ്ഞുകൊണ്ട് ഇസ്തിഖ്ബാൽ ഖിബില, ദുആ ചെയ്യുമ്പോൾ ഖിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ടാവുക. അതുപോലെ തന്നെ അൻ യകൂന ഹാലത്ത് ത്വഹാറ, ശുദ്ധിയും വൃത്തിയും ഉളുവൊക്കെ ഉണ്ടായിരിക്കുക. അതൊക്കെ അതിന്റെ ചില ഒരു നല്ല ഗുണങ്ങളാണ്. അതുപോലെ തന്നെ ദുആയുടെ പ്രാരംഭത്തിൽ റഹ്മാനായ റബ്ബിനെ സ്തുതിക്കുക, ഹംദ് പറയുക, അവനെ പുകഴ്ത്തുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിക്കുക, ഇതൊക്കെ മുന്നോടിയായിട്ട് വരുന്നത് ഏറ്റവും ഗുണം ചെയ്യും. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഉത്തമ സമയങ്ങളും ഉത്തമ സ്ഥലങ്ങളും നീ ചൂഷണം ചെയ്യണം എന്നാണ്. ദുആക്ക് ഇജാബത്തുള്ള പ്രത്യേകമായ സമയങ്ങളെയും സ്ഥലങ്ങളെയും നീ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ആ സമയങ്ങളിൽ നീ ശരിക്കും അത് ഉപയോഗപ്പെടുത്തണം. അതിൽ ഒന്നാണ് വഖ്തുസ് സഹർ, രാവിന്റെ അന്ത്യയാമങ്ങൾ. രാത്രിയുടെ 1/3 ഭാഗമായി തിരിച്ചാൽ 1/3 ഭാഗം അവസാനിച്ച് 1/3 ഭാഗം 2 ഭാഗം കഴിഞ്ഞ് അസ്സുലുസുൽ ആഖിറു മിനൽ ലൈൽ, രാത്രിയുടെ അവസാനത്തെ യാമങ്ങൾ, സുബഹിയുടെ മുമ്പ് വരുന്ന ഫജ്റിന്റെ ആ സമയം. ആ സമയത്ത് ദുആക്ക് പ്രത്യേക ഇജാബത്തുണ്ട്. നമ്മൾ ധാരാളം കേട്ടതാണ്. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അറിയിച്ചു തന്നു, നമ്മുടെ റബ്ബ് നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് അവൻ അനുയോജ്യമായ നിലക്ക് ഇറങ്ങി വരുന്ന നേരമാണ്. എന്നിട്ട് ചോദിക്കും, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ? ഞാൻ തരാം. ആരുണ്ട് എന്നോട് പൊറുക്കണേ എന്ന് പറയാൻ? ഞാൻ പൊറുത്തു തരാം. ആരുണ്ട് എന്നോട് ആവശ്യങ്ങൾ ചോദിക്കാൻ? അവന്റെ ആവശ്യങ്ങൾ ഞാൻ നിവർത്തിച്ച് തന്നോളാം എന്ന് റബ്ബ് ഓഫർ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട സമയമാണ്. അവരേതാ രാവിന്റെ അവസാന യാമങ്ങളിൽ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, മുഅ്മിനീങ്ങളെ കുറിച്ച് മറ്റൊരു സ്ഥലത്ത് അങ്ങനെയാണ് പറയുന്നത്, അസ്ഹാറുകളിൽ രാവിന്റെ അന്ത്യയാമങ്ങളിൽ പൊറുക്കലിനത്തേട്ടം അധികരിപ്പിക്കുന്നവരാണ്, അങ്ങനെ ചോദിക്കുന്നവരാണ്. അപ്പൊ ആ സമയങ്ങള് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആഖിറു സാഅ മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേക സമയമുണ്ട്. യൗമുൽ ജുമുഅയിൽ ഒരു പ്രത്യേക സമയമുണ്ട്. അന്നത്തെ വെള്ളിയാഴ്ച ജുമുഅയും കഴിഞ്ഞ് മഗ്രിബ് അസ്തമിക്കുന്നതിന്റെ മുമ്പ് വരെ ആ സമയം നീണ്ടു നിൽക്കുകയാണ്. നല്ലൊരു വിഭാഗം പണ്ഡിതന്മാര് പറഞ്ഞത് എല്ലാവരും അശ്രദ്ധരാകുന്ന സമയമാണ് വെള്ളിയാഴ്ച അസർ കഴിഞ്ഞിട്ട് മഗ്രിബിന്റെ ഇടയ്ക്കുള്ള സമയം. ആ സമയത്ത് കൂടുതൽ ദുആക്ക് ഇജാബത്തുണ്ട്. നമ്മൾ തീരെ മൈൻഡ് ചെയ്യാത്തൊരു സംഗതിയാണ്. നമ്മളെ ജുമയുടെ പുണ്യം എന്ന് പറഞ്ഞാൽ ജുമക്ക് പോകലോടുകൂടെ കഴിഞ്ഞു. പിന്നെ അന്ന് വെള്ളിയാഴ്ച എന്നുള്ള ഓർമ്മ തന്നെയല്ല. വാസ്തവത്തിൽ അന്നത്തെ അസർ മുതൽ മഗ്രിബ് വരെയുള്ള സമയത്തിന് ഏറ്റവും പ്രത്യേകതയുണ്ട് എന്നാണ് വളരെ കൃത്യമായി ഈ വിഷയങ്ങളിൽ വന്നിട്ടുള്ള ഹദീസുകളൊക്കെ യോജിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അശ്രദ്ധമാകേണ്ട സമയമല്ല അത്. അതുപോലെ തന്നെ മഴ വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടക്കുള്ള സമയം. നമുക്കിതാ ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ ഇഖാമത്തിന്റെ ഇടക്ക് 10-20 മിനിറ്റ് ഇവിടെ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ജമാഅത്ത് തുടങ്ങുന്നതിന്റെ മുമ്പ്. ആ സമയങ്ങളിൽ
നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ആ സമയത്ത് ഖുർആൻ ഓതുന്നതിനേക്കാളും പ്രാധാന്യം കൽപ്പിക്കേണ്ടത് ദുആക്കാണ്. ഖുർആൻ ഓതുകയാണെങ്കിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഓരോ വചനങ്ങളുടെ ചില ഘട്ടങ്ങളിൽ ദുആയുടെ സമയത്ത് ദുആ ചെയ്യുമ്പോൾ രണ്ടും നമുക്ക് കിട്ടി. അപ്പൊ ബൈനല്ലദാനി വൽ ഇഖാമ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടക്കുള്ള ദുആ അതിന് പ്രത്യേകം പ്രാധാന്യമുണ്ട്. അങ്ങനത്തെ കുറെ സമയങ്ങളുണ്ട്, അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ ചില പ്രത്യേകമായ സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പള്ളികൾ, മൊത്തത്തിൽ പള്ളികളിൽ ദുആക്ക് ഇജാബത്തുള്ള സ്ഥലങ്ങളാണ്. വിശിഷ്യ 3 പള്ളികൾ, മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ അഖ്സയും അതുപോലെ തന്നെ മസ്ജിദുൻ നബവിയും ഒക്കെ. അങ്ങനത്തെ പ്രത്യേക സ്ഥലങ്ങളുണ്ട്. ഇനി അതുപോലെ ചില പ്രത്യേക സന്ദർഭങ്ങളുണ്ട്. ദഅവത്തുൽ മദ്ലൂം, മദ്ലൂമിന്റെ പ്രാർത്ഥന, മർദിതന്റെ പ്രാർത്ഥന അത് തള്ളപ്പെടൂലാനാണ്. മർദിതൻ മർദിച്ചൊതുക്കപ്പെടണം, അവന്റെ പ്രാർത്ഥന തട്ടൂലാനാണ്. അതുപോലെ ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ നമ്മൾ ഇങ്ങനെ വെറുതെ ഇരുന്ന സമയങ്ങളെയല്ലേ, ഇപ്പൊ ദുആ ചെയ്യുക, മുസാഫിറിന്റെ പ്രാർത്ഥന. ദഅവത്തു സ്വായിം, നോമ്പുകാരന്റെ പ്രാർത്ഥന, നോമ്പുകാരനായിരിക്കെ ദുആകൾ ചെയ്യുക, അതൊക്കെ ഇജാബത്തുള്ള സമയങ്ങളാണ്. ദഅവത്തുൽ മുൽത്തർ, വല്ലാതെ വിഷമവും പ്രയാസവും അനുഭവിക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന. അതുപോലെ തന്നെ തന്റെ മുസ്ലിമായ സഹോദരന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. നമുക്കറിയാം, ആ പ്രാർത്ഥിക്കുന്ന നമ്മുടെ സമീപത്ത് അള്ളാഹു ഒരു മലക്കിനെ ഏൽപ്പാടാക്കിയിരിക്കുകയാണ്. നമ്മൾ ദുആ ചെയ്യുമ്പോഴൊക്കെ ആമീൻ എന്ന് ആ മലക്ക് പറയുന്നുണ്ട്. വലക ബിമിസ്ൽ, ചോദിച്ച അതേ കാര്യം തുല്യമായത് അള്ളാഹു നിനക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് കൂടി ഒരു എക്സ്ട്രാ പ്രാർത്ഥന കൂടി ആ മലക്ക് നിർവഹിക്കുമെന്ന് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ ദഅവത്തുൽ വാലിദ്, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വാപ്പിയമ്മയൊക്കെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാനസികമായ അവസ്ഥ, ആ നിലക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ, ആ നിലക്കുള്ള സന്ദർഭങ്ങളും ചില സാഹചര്യങ്ങളും ചില വ്യക്തിത്വങ്ങൾക്കുമൊക്കെ പ്രാധാന്യമുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ ദുആക്ക് ഉത്തരം ലഭിക്കപ്പെടാതെ പോകുന്നതിന് നേരത്തെ പറഞ്ഞു ധൃതി കൂട്ടൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ധൃതി കൂട്ടാൻ പാടില്ല. അതുപോലെ ദുആ ചെയ്യുന്ന വ്യക്തിയുടെ ദുആയിൽ അതിരുകവിയൽ വരാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു യുസ്തജാബു ലിൽ അബ്ദി മാ ലം യദഉ ബി ഇസ്മിൻ ഔ ഖതിഅതി റഹ്മിൻ. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. ലാ യസാലു യുസ്തജാബു ലിൽ അബ്ദി, ഒരു അടിമക്ക് അല്ലാഹു തആല ഉത്തരം ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കും. എപ്പോഴൊക്കെ? മാ ലം യദഉ ബി ഇസ്മിൻ, കുറ്റകരമായ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്തിടത്തോളം. ഔ ഖതിഅതി റഹ്മിൻ, ഒരു കുടുംബബന്ധം മുറിക്കുന്ന വിഷയത്തിൽ, ഒരു ഹറാമായ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. എനിക്ക് നല്ല ആരോഗ്യം തരണേ, അവന് 2 കൊടുക്കാൻ. എനിക്ക് നല്ല ആരോഗ്യം തരണേ, എനിക്ക് ഇന്നടുത്ത് പോകാൻ. ഹറാമായ കാര്യം ചെയ്യാനായി ആരോഗ്യം ചോദിക്കണേ. ഹറാമായ കാര്യത്തിന് വേണ്ടി, ഹറാമിന്റെ വിജയത്തിന് വേണ്ടി, ഹറാം അവന് കിട്ടാൻ വേണ്ടി ഒക്കെ ഇസ്മ, പാപകരമായ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കുടുംബബന്ധം വിച്ഛേദിക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ തമ്മിൽ വേണ്ട, ആ ബന്ധം മുറിച്ചു കളയണം, പഠിച്ചോ ഞങ്ങൾക്ക് ഒന്നിച്ചു പോകാൻ കഴിയില്ല, മുറിച്ചു കളയണം എന്നൊക്കെ ബന്ധം മുറിക്കുക. അതൊന്നും ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അതോടൊപ്പം പ്രത്യേകം പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെടാതെ പോകുന്ന മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഹറാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് 100 ആവർത്തി ആലോചിക്കണം. വളരെ പ്രധാനമായ ഘടകമാണ്. അവൻ ഹറാമുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ഡിതന്മാര് പറഞ്ഞു, ഉഖൂഖുൽ വാലിദൈൻ ഉദാഹരണം പറഞ്ഞു. ഉഖൂഖുൽ വാലിദൈൻ, ഉമ്മാനെയും ബാപ്പാനെയും ബുദ്ധിമുട്ടിക്കുക, അവരെ കണ്ണീര് കുടിപ്പിക്കുക, അവരെ പ്രയാസപ്പെടുത്തുക. അങ്ങനത്തെ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ നീ എത്ര ദ്വാർന്നിട്ടും കാര്യമൊന്നുമില്ല. ആ ദുആക്ക് ഇജാബത്ത് കിട്ടാതെ തടഞ്ഞു നിൽക്കുന്നതാണ്. എന്താ കാരണം? അവന്റെ ഉമ്മാന്റെ മനസ്സിനെ അവൻ വേദനിപ്പിച്ചിരിക്കുന്നു. അവന്റെ ഉപ്പയുടെ മനസ്സ് അവൻ വേദനിപ്പിച്ചിരിക്കുന്നു. ആ വേദനക്ക് പരിഹാരം നിന്റെ ഭാഗത്ത് നിന്ന് നീ കാണിക്കാതെ, നിന്റെ പെരുമാറ്റം നന്നാക്കാതെ, നീ അവരോടുള്ള ഇടപെടലുകൾ നന്നാക്കാതെ, നീ അവർക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കാതെ, അവർക്ക് വേണ്ടി നിരന്തരം നീ പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ മനസ്സുകൾക്ക് സന്തോഷവും കുളിരും പകരാതെ 1000 തവണ യാ റബ്ബ് യാ റബ്ബ് എന്ന് പറഞ്ഞാലും ആ പ്രാർത്ഥന പൊങ്ങൂല. കാരണം ഇതിവിടെ തടസ്സപ്പെട്ട് കിടക്കുകയാണ്. നൊന്തുപെറ്റ ഉമ്മയും വളർത്തിയുണ്ടാക്കിയ പിതാവും അവരെ ബുദ്ധിമുട്ടിച്ചിട്ട് നീ എവിടുക്കാ പ്രാർത്ഥിക്കുന്ന? ആരോടാ ചോദിക്കുന്നത്? എവിടുന്ന് നിനക്ക് കിട്ടാനാ? ആര് നിന്നോട് കരുണ കാണിക്കാനാ? അതുകൊണ്ട് പാപകരമായ ഒരു ജീവിതം തന്റെ മുമ്പിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അതുപോലെ പറഞ്ഞു, ഹറാമിലൂടെ നീ ഹറാം ഭക്ഷിക്കുന്നുണ്ടോ? ഹറാം ഉടുക്കുന്നുണ്ടോ? ഹറാമിലൂടെ വരുമാനം തേടുന്നുണ്ടോ? ഹറാമാണോ നിന്റെ ജീവിതത്തിലുള്ളത്? എങ്കിലും നിന്റെ പ്രാർത്ഥന ഉത്തരം ലഭിക്കപ്പെടാതെ പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കണ്ടാൽ നല്ല ഒരു ഫക്കീറിന്റെ വേഷം, വളരെ വിനീതമായ ലളിതമാണെന്ന് തോന്നുന്നു, മുസാഫിറാണ്.
കരിപുരണ്ട പൊടിപുരണ്ട വസ്ത്രം, മുടി കോതിക്കെട്ടാൻ പോലും അദ്ദേഹത്തിന് സമയം കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ഫക്കീർ, വലിയ പരമദരിദ്രൻ എന്നൊക്കെ തോന്നിപ്പിച്ച് വലിയ ഭക്തവേഷത്തിൽ നടക്കുന്ന കുറെ ആളുകൾ. പക്ഷേ അവൻ ഇരു കരങ്ങളും ആകാശത്തേക്ക് ഇങ്ങനെ ഉയർത്തിയിട്ട് എപ്പോഴും ചോദിക്കുന്നുണ്ട്, യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്, ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ ദുആ ചെയ്യുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താണ്? വമത്അമുഹു ഹറാം, അവൻ യാത്രക്കാരനാണ്. യുതീലു സഫർ, മുസാഫിറിന്റെ ദുആക്ക് പ്രത്യേക ഇജാബത്തുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു. അവൻ യാത്രക്കാരനൊക്കെ തന്നെയാണ്, യാത്രയുടെ അടയാളങ്ങളൊക്കെ അവനിൽ പ്രകടമാണ്. അവൻ വിഷമിച്ചിട്ട് യാത്രക്കാരനാണ്, എന്നിട്ട് അവൻ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അയാളുടെ അവസ്ഥ എന്താണ്? വമത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വഗുദ്ദിയ ബിൽ ഹറാം. അയാളുടെ വരുമാന മാർഗം, അയാളുടെ ഇൻകം, അയാളുടെ ഭക്ഷണം, അതിലൂടെ നേടുന്ന വസ്ത്രം, അതിലൂടെ നേടുന്ന പാനീയം, അതിലൂടെ നേടുന്ന ജീവിതത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ഹറാമാണ്, പച്ച ഹറാമാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, പിന്നെ അവൻ എങ്ങനെ ഉത്തരം കിട്ടാനാണ്? അള്ളാന്റെ റസൂലായി പറയുന്നത്, പിന്നെ അങ്ങനെ ഉത്തരം കിട്ടാനാണ്? അപ്പൊ ഉത്തരം കിട്ടുന്നില്ല. ഞാൻ എത്ര കാലമായി അള്ളാനോട് ദുആ ചെയ്യുന്നു, എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ ഞാൻ ആലോചിക്കണം, എന്റെ ജീവിതത്തിൽ അതിന് തടസ്സം വരുന്ന എന്തോ സംഗതി ഉണ്ട്. അതുകൊണ്ടാണ് എനിക്കത് കിട്ടാത്തത്. അതുകൊണ്ട് അത് പരിഹരിച്ചാലേ ഇത് പരിഹരിക്കപ്പെടും. അത് പരിഹരിക്കപ്പെടാതെ വരാതെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നാലോ ഒരു പ്രയോജനവും അതുകൊണ്ട് കിട്ടില്ല. അത് പരമപ്രധാനമായ ഘടകമാണ്. മാത്രമല്ല, മനസ്സിൽ വളരെ ശ്രദ്ധയോടെ, അശ്രദ്ധയില്ലാതെ നീ അള്ളാഹുവിനോട് എനിക്ക് ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടെ നീ പ്രാർത്ഥിക്കുമ്പോഴും നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ തൗബയും ഇസ്തിഗ്ഫാറും നടത്താതെ നിലനിന്നുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെ കറകൾ ഉണ്ടെങ്കിൽ അത് ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണമാണ് എന്ന് നീ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് അത് കഴുകിക്കളഞ്ഞ് അതിൽ നിന്ന് ശുദ്ധമായിട്ട് പ്രാർത്ഥിക്കാനിരിക്കണം എന്നാ പറയാം. ഇത് നമ്മൾ ചെയ്യൂല. നമ്മൾ ഓക്കെയാണെന്നാ നമ്മൾ പറയുന്നത്, ഞാൻ വളരെ ഉഷാറാന്നാ പറയുന്നത്, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പൊ പലപ്പോഴും ഉത്തരം കിട്ടണമില്ല. അങ്ങനെ പരാതിപ്പെടും, അത് പാടില്ല. അതേപോലെ തന്നെ ധൃതി കൂട്ടരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുസ്തജാബു ലിഅഹദികും മാ ലം യഅജൽ, നിങ്ങളിൽ ഒരാൾക്ക് പ്രാർത്ഥിക്കുന്നതിന് ഉത്തരം കിട്ടും. മാ ലം യഅജൽ, ധൃതി കൂട്ടാത്തിടത്തോളം കാലം. സ്വഹാബത്ത് ചോദിച്ചു, എന്താ ഈ ധൃതി കൂട്ടുക എന്ന് പറഞ്ഞാൽ? പ്രാർത്ഥനയിൽ ധൃതി കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? കാരണം ഒരു മനുഷ്യൻ പറയലാണ്, ദഅഉതു ഫലം യസ്തജിബ് ലി, ഞാൻ എത്ര പ്രാർത്ഥിച്ചു, ഞാൻ കുറെ പ്രാർത്ഥിച്ചു, എനിക്ക് ഉത്തരം കിട്ടിക്കാണില്ല എന്ന് പറയലാണ് തിരക്കൂട്ടൽ. ആ പറഞ്ഞു നടക്കണവന് പിന്നെ ഉത്തരം കിട്ടുന്നില്ല, അത് തിരക്കൂട്ടലാണ്. മാത്രല്ല, മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഫയസ്തഹ്സിറു ഇൻദ ദാലിക, അവൻ വല്ലാതെ വിഷമിക്കും, സങ്കടപ്പെടും, ദുഃഖിക്കുകയൊക്കെ ചെയ്തിട്ട് വയദഉ ദുആ, ഇനി ദുആർക്കാൻ എന്നെ കിട്ടൂല എന്ന് പറഞ്ഞോ ദുആനെ ഒഴിവാക്കും. വയദഉ ദുആ, ദുആയിനെ അവൻ ഒഴിവാക്കും. അങ്ങനെ പ്രാർത്ഥനയുടെ ലോകത്ത് നിന്ന് തന്നെ അവൻ പുറത്തു പോകും. അങ്ങനത്തെവർക്കും ഉത്തരം കിട്ടൂല. അതുകൊണ്ട് ധൃതി കൂട്ടാൻ പാടില്ല. ഇതിൽ നിന്ന് അള്ളാഹുവിനോട് ഗൗരവത്തോടെ കാവൽ ചോദിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പ്രാർത്ഥനകളിൽ കാണാം, സഹാബത്ത് പറയാണ്, കാന മിൻ ദുആഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ദുആഇൻ ലാ യുസ്മഅ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അവിടുത്തെ പ്രാർത്ഥനയുള്ള ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരമില്ലാത്ത പ്രയോജനമില്ലാത്ത അറിവിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഒരു ഇൽമ് കിട്ടുകയാണെങ്കിൽ ആ ഇൽമ് എനിക്ക് ഉപകാരപ്പെടണം. ഇല്ലെങ്കിൽ ഞാനും ജാഹിലും തമ്മിൽ വ്യത്യാസമല്ല. എങ്ങനെയാണെങ്കിൽ അയാൾക്ക് അറിവില്ലായിട്ട് അയാൾ ചെയ്യണില്ല, ഞാൻ അറിവുണ്ടായിട്ട് ചെയ്യണില്ല, പിന്നെ അതുകൊണ്ട് എന്താ കാര്യം? അപ്പൊ എനിക്ക് ആ ഇൽമ് പ്രയോജനപ്പെട്ടില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. വമിൻ ദുആഇൻ ലാ യുസ്മഅ, കേൾക്കപ്പെടാതെ പോകുന്ന പ്രാർത്ഥനയിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. കേൾക്കപ്പെടാതെ പോകുന്ന പ്രാർത്ഥന അതേതാ? അല്ലാഹുവിനോട് ചോദിച്ചിട്ട് കേൾക്കപ്പെടുന്നില്ല, ഉത്തരം കിട്ടുന്നില്ല, എത്ര ചോദിച്ചിട്ടും കിട്ടുന്നില്ല. അങ്ങനെയുള്ള പ്രാർത്ഥന, എനിക്ക് ഏതെങ്കിലും നിലക്ക് ഉത്തരം കിട്ടണം റബ്ബേ, ഞാൻ വിചാരിക്കുന്ന കാര്യമായിക്കൊള്ളണമെന്നില്ല, ഉത്തരം കിട്ടാത്തൊരു പ്രാർത്ഥനയില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വമിൻ ഖൽബിൻ ലാ യഖ്ശഅ, ഭയഭക്തി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഹൃദയത്തിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഖുശൂ ഇല്ലാത്തൊരു ഖൽബ്. ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നത നമ്മുടെ ഖൽബുകളിൽ ഖുശൂ ഇല്ല.
പേടിയില്ല, പടച്ചോനെ പേടിയില്ല. അതുകൊണ്ട് ഒന്നും കേട്ടാൽ നടുങ്ങുന്നില്ല, കണ്ണുനീര് വരുന്നില്ല, ഖുശൂഇല്ല ഹൃദയങ്ങൾ. വമിൻ ഖൽബിൻ ലാ യഖ്ശഅ, അല്ലാഹുവിനെ പേടിയില്ലാത്തൊരു ഖൽബ് എനിക്ക് വേണ്ട. എന്റെ ഹൃദയത്തിൽ നിന്നെക്കുറിച്ചുള്ള പേടി നീ എനിക്ക് എപ്പോഴും വിട്ടു തരണം. അപ്പോഴല്ലേ നമുക്ക് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയും, അപ്പോഴല്ലേ നന്മ ചെയ്യാനുള്ള ആവേശം ഉണ്ടാകും. അപ്പൊ ഖുശൂഅ് നഷ്ടപ്പെട്ടാൽ നമ്മൾ തെമ്മാടിയാകും, ഖുശൂഅ് നിലനിൽക്കുന്നിടത്തോളം മുത്തഖിയാകും. അതുകൊണ്ടാണ് ആ തേട്ടം വമിൻ ഖൽബിൻ ലാ യഖ്ശഅ. ഖുശൂഅ് തീണ്ടിയിട്ടില്ലാത്തൊരു ഹൃദയത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. നാലാമത് പറയണോ മിൻ നഫ്സിൻ ലാ തശ്ബഅ, ആർത്തി തീരാത്തൊരു മനസ്സിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ആർത്തി അവസാനിക്കുന്നില്ല, നിറയുന്നില്ല, എത്ര കിട്ടിയാലും സമാധാനമില്ല, എന്നും പരാതിയാണ്, എന്നും ടെൻഷനാണ്, എന്ത് കിട്ടിയാലും മതിയാകുന്നില്ല, ആർത്തി തീരുന്നേയില്ല, വയറ് നിറയുന്നേയില്ല. ഒമിൻ നഫ്സിൻ ലാ തശ്ബഅ, അങ്ങനെ ആർത്തിയും കൊതിയും തീരാത്തൊരു ഖൽബും കൊണ്ട് നടക്കുക. അങ്ങനത്തെ മനുഷ്യനൊന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയോ? അവൻ കഴിക്കുന്ന ഭക്ഷണത്തിന് എന്ത് മുന്തിയ ഭക്ഷണമാണെങ്കിലും രുചി ഉണ്ടാവുമോ? കാരണം അവന് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം അവർക്ക് എന്ത് കിട്ടിയിട്ടും പോരാന്നാ പറയുന്നത്. അവന്റെ മനസ്സ് നിറയുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥ അത് വലിയൊരു ദുരന്താണ്. അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. അപ്പൊ ഈ 4 കാര്യങ്ങൾക്ക് ചോദിച്ച കൂട്ടത്തിൽ ഇപ്പൊ എന്ത് ഉൾപ്പെടുത്തി അവിടുന്ന്? വമിൻ ദുആഇൻ ലാ യുസ്മഅ, കേൾക്കപ്പെടാതെ പോകുന്ന, ഉത്തരം ലഭിക്കപ്പെടാതെ പോകുന്ന പ്രാർത്ഥനയിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിച്ചു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട സഹോദരങ്ങളെ, നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ സമയത്ത് ഉത്തരം കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. അത് നമ്മളെ കുഴപ്പമൊന്നുമില്ല, ആയിരിക്കണമെന്നില്ല. മഹാരഥന്മാരായ അമ്പിയാക്കൾക്ക് ചോദിച്ചിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഉത്തരം കിട്ടിയ സംഭവങ്ങളില്ലേ? മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പൊന്നോമന പുത്രനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ തിരോധാനത്തിന്റെ ശേഷം എത്ര സംവത്സരങ്ങളാണ് മഹാനവറുകൾ കരഞ്ഞ് കരഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിച്ചത്, എന്റെ മോൻ എനിക്ക് തിരിച്ചു തരണം. എത്ര കാലം തേടി മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം. കിട്ടിയതോ അറിഞ്ഞിടത്തോളം പ്രമാണബദ്ധമായ ചരിത്രം വെച്ച് നോക്കുമ്പോ 30 വർഷങ്ങൾക്ക് ശേഷം. നഷ്ടപ്പെട്ട തിരോധാനത്തിൽ ഏർപ്പെട്ട തന്റെ പൊന്നോമന പുത്രനും പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാമും സംഗമിക്കുന്നത് 30 കൊല്ലത്തിന്റെ ശേഷമാണ്. പക്ഷേ മഹാരഥനായ നബി പ്രാർത്ഥന എന്ന് തുടങ്ങി. അപ്പൊ പിന്നെ നമ്മളൊക്കെ എന്തിനായി ബേജാറാകുന്നത്? എനിക്ക് ഉത്തരം കിട്ടിയില്ല, സമയം വരട്ടെ. സമയം വരുമ്പോൾ അള്ള തരും. നമ്മൾ വിചാരിക്കുന്നതിലല്ല കാര്യം. നമ്മൾ ചോദിക്കുന്ന കാര്യം അപ്പോൾ തരുന്നത് ചിലപ്പോൾ നമ്മുടെ അപകടത്തിലേക്കായിരിക്കും നമ്മെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അള്ള തരൂല. അത് അള്ള നമ്മോട് ചെയ്യുന്ന ഒരു ഹിക്മത്തോ റഹ്മത്തോ ആയിരിക്കും. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അള്ളാന്റെ ഒരു പ്രവാചകനായിരുന്നില്ലേ യാക്കൂബ് നബി അലൈഹിസ്സലാം. അതുപോലെ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് എത്ര പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടായി. മഹാനവറുകൾ പ്രാർത്ഥിച്ചില്ലേ? കുറെ കഴിഞ്ഞിട്ടല്ലേ ഉത്തരം കിട്ടിയത്. പ്രാർത്ഥിച്ചിട്ടുണ്ടാവുമല്ലോ നേരത്തെ. കുറെ കാലം കഴിഞ്ഞിട്ടല്ലേ, കുറെ പരീക്ഷണങ്ങളിൽ അദ്ദേഹം വിധേയനായില്ലേ? കാരണം പല മക്കളും മരിച്ചുപോയി, പിന്നെ വേറെ മക്കളല്ല കൊടുത്തു. അപ്പൊ കാലം കുറയില്ലേ ഇതിനൊക്കെ? അപ്പൊ ചോദിക്കുമ്പോഴൊക്കെ എനിക്കുള്ള ഉത്തരം കിട്ടണം. ഞാൻ എന്തിനാ തിരക്കൂട്ടുന്നത്? ഞാൻ ചോദിക്കുന്ന സംഗതി എനിക്ക് പെട്ടെന്ന് തരണ്ടേ, ഇപ്പൊ തരണോ അതോ തീരെ തരണ്ടേ എന്നൊക്കെ തീരുമാനിക്കാൻ ഹക്കീമായ അലീമായ എന്റെ റബ്ബിനാ കഴിയാന്ന് എന്തുകൊണ്ട് എന്റെ മനസ്സിനെ പഠിപ്പിക്കാൻ എനിക്ക് ക്ഷമയില്ല? അവിടെയാണ് നമ്മുടെ തകരാറാണ് ഉത്തരം കിട്ടാത്ത പ്രശ്നം നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു കൊച്ചുകുട്ടി, ചെറിയ കുട്ടി, എട്ടും പൊട്ടും തിരിയാത്തൊരു കുട്ടി ഒരു കളിപ്പാട്ടത്തിന് വേണ്ടി കത്തുന്ന സ്റ്റവിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോ അതിൽ കൈയിടാൻ വേണ്ടിയിട്ട് അതെനിക്ക് പിടിക്കണമെന്ന് ഉമ്മാനോട് വാശി പിടിച്ച് കരയാണ്. ഉമ്മ കൊന്നാൻ സമ്മതിക്കൂല, അതിമേൽക്ക് അടുക്കാൻ സമ്മതിക്കുന്നില്ല. കുട്ടി കരയാഞ്ഞിട്ടാണോ? കുട്ടിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? പക്ഷെ ഉമ്മാക്കറിയാ എന്റെ മോനിപ്പൊ ഞാൻ ആ തീയാണ് കൊടുത്താൽ അവനത് വെന്തുപോകും, അത് അപകടമാണ്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥയെങ്കിൽ റഹ്മാനായ അലീമായ ഹക്കീമായ ത്രികാലജ്ഞാനിയായ റബ്ബിനും അവന്റെ ഓരോ അടിമകളെ കുറിച്ചും അറിയാം. ചോദിക്കുന്നത് അവനിപ്പൊ കൊടുക്കണോ, കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കണോ, അതോ തീരെ കൊടുക്കണ്ടേ? അതിനനുസരിച്ച് അള്ള തീരുമാനം എടുത്തോളും. നമ്മളതിനെ സങ്കടപ്പെടുന്നത്. നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. എനിക്കെന്താ നല്ലതെന്ന് എനിക്കറിയൂല. പക്ഷെ തൽക്കാലം ആ കുട്ടി കരഞ്ഞ് ആ കുട്ടിക്കുമ്മനോട് ദേഷ്യമൊക്കെ തോന്നും. കാരണം കുട്ടിക്കറിയില്ല എന്താ സംഭവം. പക്ഷെ അള്ളാഹ്ക്കറിയാലോ, ഉമ്മാക്കറിയാലോ. അത് കൊടുത്താൽ പറ്റൂല. റഹ്മാനായ റബ്ബിനറിയാം നിനക്കപ്പോ തന്നാ ശരിയാവൂല. പക്ഷെ എനിക്കപ്പോ ഇങ്ങനെ സങ്കടം വരും. എന്ത് ഞാൻ ചോദിച്ചിട്ട് തരാത്ത, എത്ര ഞാൻ ചോദിക്കണം. തഹജ്ജുദും യാമുല്ലൈലും സുജൂദും ഒക്കെ എത്ര കാലായി ചോദിക്കണം, കിട്ടണില്ലല്ലോ. അങ്ങനെ പറയാനേ പാടില്ല. അതാ അതിന്റെ സമയവും അള്ളാഹ് തരും, ചിലപ്പോ തീരെ തരൂല.
നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കേണ്ടുന്ന ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവത്തിൻ ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതിയത്തു റഹിമിൻ ഇല്ലാ അഅതാഹു അല്ലാഹു ബിഹാ ഇഹ്ദാ തലാത്തിൻ ഇമ്മാ അൻ തുഅജ്ജല ലഹു ദഅവതുഹു വഇമ്മാ അൻ യദ്ഖിറഹാ ലഹു ഫിൽ ആഖിറ വഇമ്മാ അൻ യസ്രിഫ അൻഹു മിന അസ്സൂഇ മിസ്ലഹാ ഖാലൂ ഇദൻ നുക്സിർ ഖാല അല്ലാഹു അക്സർ. നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഇതോടുകൂടെ നമ്മളെല്ലാ പരാതി അവസാനിക്കും. ഇനി ഇങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല. ഞാൻ ദുആ ചെയ്യുന്നു, ഞാൻ എത്ര കാലമായി ചോദിക്കണം, എനിക്ക് കിട്ടിയില്ലോ എന്നുള്ള പരാതി ഇനി ആരും പറയരുത്. ഇത് അവസാനത്തെ ഈ പരിഹാര വാചകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏതൊരു മുസ്ലിം ഏതൊരു നല്ല കാര്യത്തിന് വേണ്ടി, കുറ്റകരമായ കാര്യത്തിനോ കുടുംബ ബന്ധത്തെ വിച്ഛേദിക്കുന്ന വിഷയത്തിനോ അല്ലാത്ത അനുവദിക്കപ്പെട്ട ഏതൊരു നല്ല കാര്യത്തിന് വേണ്ടി ഏതൊരു മുസ്ലിം പ്രാർത്ഥിച്ചാലും ഇല്ലാ അഅതാഹു ബിഹാ ഇഹ്ദാ സലാത്ത്, മൂന്നാലൊരു വിധത്തിൽ അല്ലാഹു അവനത് കൊടുക്കാതിരിക്കില്ല. പിന്നെന്താ നമുക്ക് വേണ്ടത്? മൂന്നാലൊരു വിധത്തിൽ ഉത്തരം കിട്ടും. ഇമ്മാൻ തുഅജ്ജല ലഹു ദഅവതുഹു, ഒരു മാർഗം അതാണ്. ഇമ്മാൻ തുഅജ്ജല ലഹു ദഅവതുഹു, അവൻ ചോദിച്ച അതേ കാര്യം തന്നെ സ്പോട്ടിൽ ചിലപ്പോൾ അള്ളാഹു കൊടുക്കും. അങ്ങനെ ഉത്തരം കിട്ടും. എന്താണോ നമ്മൾ ചോദിച്ചത് അതിപ്പോ ഉടനെ അള്ളാഹു തരിക. ഒരാഴ്ചക്കുള്ളിൽ, ഒരു മാസത്തിനുള്ളിൽ പെട്ടെന്ന് നമ്മൾ എന്താണോ അള്ളാഹിനോട് കെഞ്ചി ചോദിച്ചത് അത് കിട്ടും. ചിലപ്പോ അങ്ങനെ ഉത്തരം ചെയ്യും. അങ്ങനെ കിട്ടിയെങ്കിൽ മാത്രമേ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടൂ എന്ന് അന്ന് നിങ്ങൾ മനസ്സിലാക്കാവൂ എന്ന് വരരുത്. രണ്ടാമത്തെ വഴി നോക്കൂ. വഇമ്മാ അൻ യദ്ഖിറഹാ ലഹു ഫിൽ ആഖിറ, ദുനിയാവിൽ വെച്ച് അവന് ഉത്തരം തന്നെ കൊടുക്കൂല. അതിന്റെ പേരിൽ അവന് ഏറ്റവും കൂടുതൽ അല്ലാഹു ആഖിറത്തിൽ വലിയ പ്രതിഫലം സൂക്ഷിപ്പുസത്താക്കി നീക്കിവെക്കും. അതാ അതിന്റെ ഉത്തരം. നമ്മൾ കുറേ ആയി ചോദിക്കണം, അല്ലാഹു ദുനിയാവിന്ന് തരുന്നയൂല. അതൊക്കെ കൂടി റബ്ബ് ഇങ്ങനെ വമ്പിച്ചൊരു ഫണ്ടായിട്ട് ഇങ്ങനെ അവിടെ ബാലൻസ് ആയിട്ട് ഇങ്ങനെ പരലോകത്തേക്ക് ഇങ്ങനെ കണ്ണ് നിറയോളം തരാൻ വേണ്ടി ഇങ്ങനെ വെക്കുക. പോരെ പോരെ. മൂന്നാമത് പറയാണ്, ചിലപ്പോ നീ ചോദിച്ച കാര്യം അല്ലാഹു തന്നോളന്നില്ല, അത് മുഖേന നിനക്ക് ഭാവിയിൽ വരാനിരിക്കുന്ന മറ്റെന്തോ അപകടത്തെ നിന്റെ ഈ ദുആ കാരണത്താൽ അല്ലാഹു തട്ടിത്തെറിപ്പിച്ചു കളയും. അതും പോരെ. ചോദിച്ചാൽ തന്നെ കിട്ടിയില്ല, ചോദിച്ചാൽ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഈ ചോദ്യം കാരണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന പല ആപത്തുകളും മുസീബത്തുകളും അല്ലാഹു തടുക്കുകയാണ്. അതിന് നിമിത്തമായിരുന്നാണ് നമ്മുടെ ഈ ദുആ. അപ്പൊ വമ്പിച്ച കച്ചവടമല്ലേ ഇത്? വൻ ലാഭമുള്ള ബിസിനസ് അല്ലേ ഇത്? വമ്പിച്ച ഓഫറല്ലേ ഇത്? മെഗാ ഓഫറല്ലേ ഇത്? ഇതങ്ങോട്ട് കേട്ടപ്പോ സഹാബത്ത് സന്തോഷിച്ചിട്ട് പറയണ്, ഇതന്നുക്സിർ. പരാതിയൊക്കെ പോയി സഹാബിമാർക്ക്, സങ്കടമൊക്കെ പോയി. റസൂലുള്ളാഹിന്റെ മുമ്പിൽ അവർ സന്തോഷത്തോടെ പറയണം, എങ്കിൽ ഇതൻ അന്നേരം പ്രവാചകരെ, എങ്കിൽ നുക്സിറു, ഇനി ഞങ്ങൾ ദുആ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് മടുപ്പില്ല, ഇനി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എങ്കിൽ അല്ലാഹു അക്സർ, അള്ളങ്ങൾക്ക് തരുന്ന ഉത്തരങ്ങളും അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ മൂന്നിലൊരു വിധത്തിൽ. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസാണ്. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ഇനി ഒരിക്കലും ഈ പരാതി ഉണ്ടാവില്ല. പരാതിയൊക്കെ നല്ലതാണ്, എനിക്ക് ഉത്തരം കിട്ടണില്ല എന്ന് തോന്നുന്നത് നല്ലതാണ്. എന്തിന്? നമ്മുടെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കാം. എന്റെ തകരാറ് കൊണ്ടാണോ എന്ന് തിരിഞ്ഞു നോക്കാം. ഒരു പുനർവിചിന്തനത്തിന്, ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ച പോരായ്മകളെ ശുദ്ധീകരണത്തിന്, ഒരു വീണ്ടും വിചാരത്തിന്, ഒരു ശുദ്ധമായ കാൽവെപ്പോടെ മുന്നോട്ട് നീങ്ങുന്നതിന് പ്രേരിപ്പിക്കാൻ ഉതകുന്ന നിലക്ക് നമുക്കതൊക്കെ ആലോചിക്കാം. പക്ഷേ ദുആയിൽ നിന്ന് ഒഴിവായി പോകാനും നിരാശയോടുകൂടെ ജീവിക്കാനും ഒന്നും അത്തരം ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ ഇടം നേടാനേ പാടില്ല. അതുകൊണ്ടാണ് റബ്ബ് പറയുന്ന റബ്ബിന്റെ വാചകം വളരെ കൃത്യമാണ്. വഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവിതാ പറയുന്നു, ഉദ്ഉനി, എന്നോട് പ്രാർത്ഥിച്ചോളൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇനി ആയത്തിൽ വല്ല തകരാറ് നമുക്ക് ദർശിക്കാൻ കഴിയോ? കാരണം ഉത്തരം തരാന്ന് പറഞ്ഞില്ലേ, നമ്മൾ വിചാരിക്കുന്നത് എന്നായിക്കൊള്ളുന്നില്ല. ഇഹ്ദാ സലാസ്, മൂന്നിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ ഉത്തരം തരും. അപ്പൊ കിട്ടുമല്ലോ, അസ്തജിബ് ലക്കും. എന്നാൽ ഇതൊന്നും പാടില്ല, എനിക്ക് ഇപ്പൊ തന്നെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കിട്ടിയില്ലെങ്കിൽ ഞാൻ ദ്വാർക്കൂലാന്നും പറഞ്ഞ് അഹങ്കരിച്ച് നടക്കാനാണോ ഭാവം? എങ്കിൽ ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നോട് ദുആ ചെയ്യുക എന്ന കൃത്യമായ ഇബാദത്തും ആരാധനയും ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നതിൽ നിന്ന് ആർക്ക് അഹന്തയും അഹങ്കാരവും തോന്നിക്കൊണ്ടവൻ തിരിഞ്ഞു കളയുന്നുവോ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായ നിരക്കവർ നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി നിർവഹിക്കാവുന്ന അദ്ദുആഉ ഹുവൽ ഇബാദ,
ദുആ ഒരു വലിയ ഇബാദത്താണ്. അത് നമ്മൾ അധികരിപ്പിക്കണം. അത് നമുക്ക് ഒരുപാട് സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ അതിനുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരാശയില്ലാതെ ഇഖ്ലാസ് കൈമുതലായിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും, നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും, ലോകത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി, എല്ലാം ഒക്കെ നമുക്ക് പ്രതിഫലം ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ നിലക്ക് തൗഹീദ് മനസ്സിൽ ദൃഢമായി നിന്നുകൊണ്ട് ഒരിക്കലും ശിർക്കിന്റേതായ ദുആകളോ ബിദ്അത്തിന്റേതായ രീതികളോ ഒന്നുമില്ലാതെ അല്ലാഹു പരിപൂർണമായും ഇഷ്ടപ്പെടുന്ന നിലക്ക് ദുആ ചെയ്യുന്ന, അതിന് യോഗ്യരായി മാറുന്ന, ഉത്തരം ലഭ്യമാകാൻ തൗഫീക്ക് നൽകപ്പെടുന്ന പരലോക വിജയികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു ഇസ്സത്തും വിജയവും പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا واجر والدينا من النار. اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين. ربنا تقبل منا انك انت السميع العليم والحمد لله رب العالمين. اللهم صل على محمد وعلى ال محمد. والسلام عليكم ورحمة الله.